പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിച്ചുകൊണ്ടുവരികയാണ്. പഴയ നിയമകാര്യങ്ങൾ, പുതിയ നിയമകാര്യങ്ങൾ, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, എങ്ങനെയാണ് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ മത്തായി, മർക്കോസ്, ലൂക്കസിന്റെ സുവിശേഷ പ്രകാരം വിശുദ്ധ കുർബാന സ്ഥാപനത്തിലേക്കും ക്രൂശ് മരണത്തിലേക്കും പോയത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളതായിരുന്നു. വിശുദ്ധ കുർബാനയും കുരിശുമരണവും ഒരേ ബലിയാണ്. ഇന്നും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ക്രിസ്തു 2000 വർഷം മുമ്പ് കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ്. ഇവയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഇനി നമ്മൾ ഇച്ചിരൂടെ മുന്നോട്ട് കടന്ന് ക്രിസ്തുവിന്റെ മരണശേഷം നമുക്കറിയാം, പെന്തക്കോസ്ത വരെ ശിഷ്യന്മാർ യെരുസലേമിൽ തങ്ങുന്നതായിട്ടും പെന്തക്കോസ്തലിന് ശേഷം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ ദിവസവും വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വചനങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുന്നു. അങ്ങനെ സഭ വളരുന്നതായിട്ട് നമുക്കറിയാം. വിശുദ്ധ ബൈബിളിൽ തന്നെ ക്രിസ്ത്യാനികളുടെ മേലുള്ള പീഡനത്തെക്കുറിച്ച്, അതായത് പൗലോസിൽ ശ്ലീഹ ഏറ്റവും ആദ്യം ക്രിസ്ത്യാനികളെ കൊല്ലുന്നയാളായിരുന്നു. സെബസ്ത്യാനോസിനെ ഇതിന്റെ അപ്പസ്തോല പ്രവർത്തനം 7-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം. അതിന് ലീഡറായിട്ട് നിന്ന് ഇത് ചെയ്യിപ്പിച്ച് കൊന്ന ആള് പൗലോസ്ലീഹയാണ്. അതുപോലെ ജെറുസലേമിന്റെ ആദ്യ മെത്രാനായ യാക്കോബ് സ്ലീഹ അപ്പസ്തോല പ്രവർത്തനം 12-ാമത്തെ അധ്യായത്തിൽ ഹെറോദ് തലവെട്ടി കൊല്ലുന്നതായിട്ട്, ഇങ്ങനെയുള്ള ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ തന്നെ കാണുവാൻ സാധിക്കും. പിന്നെ ഏറ്റവും അവസാനമായിട്ട് വെളിപാട് പുസ്തകം തന്നെ എഴുതിയത് തന്നെ ഇതാണല്ലോ. റോമാ സാമ്രാജ്യം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയായിരുന്നു, കൊല്ലുകയായിരുന്നു. അപ്പോൾ ജനങ്ങൾ അവരുടെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ സുരക്ഷിത പ്രദേശങ്ങളിലേക്ക് ആ റോമാ ദേശമൊക്കെ വിട്ടിട്ട് പല ദേശങ്ങളിലേക്ക് പോകുന്നു, താമസിക്കുന്നു. അവിടെ ചെന്ന് അവർ സുവിശേഷത്തിന് സാക്ഷിയായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ റോമാ സാമ്രാജ്യം നടത്തിയ ക്രൈസ്തവ പീഡന പെട്ടെന്ന് ഈ തീ വനത്തിൽ കത്തി പടരുന്നത് പോലെ ക്രിസ്തീയ വിശ്വാസം ലോകത്തെവിടെയും പടരുവാനുള്ള കാരണമായി. അപ്പോൾ പ്രാർത്ഥന, വിശ്വാസം യെരുസലേമിൽ തുടങ്ങിയത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് എത്തപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയാണ് വിവിധ തരത്തിലുള്ള ലിറ്റർജി, പ്രാർത്ഥനാ രീതികൾ തുടങ്ങിയത്. പല സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ അവിടുത്തെ ആചാരക്രമം, അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ ഭാഷയ്ക്കനുസരിച്ച് ലിറ്റർജിയിലും വ്യത്യാസങ്ങൾ കാണുവാൻ തുടങ്ങി. നമ്മൾ ഒന്ന് ശരിയായിട്ടൊന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അന്ത്യോക്യൻ ആരാധനാക്രമം മറ്റ് ആരാധനാക്രമങ്ങളുടെ എല്ലാം തുടക്കം ഇതിൽ നിന്നാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. എനിക്ക് വായിക്കുവാൻ സാധിച്ചു, പഠിക്കുവാൻ സാധിച്ച ഒരു കാര്യം, യെരുസലേമിന്റെ 1-ാമത്തെ ബിഷപ്പായ യാക്കോബ്, കർത്താവിന്റെ സഹോദരനായ യാക്കോബ്, ജേക്കബ് ദ ജസ്റ്റ് എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആദ്യം കർത്താവിന് എതിരായിട്ട് നിന്നയാള് 12 ശിഷ്യന്മാരിൽ ഒരാളല്ല. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശുമരണം കണ്ട്, അവന്റെ ഉയർപ്പ് കണ്ട്, ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ച ആളാണ് യാക്കോബ് ദ ജസ്റ്റ്. ക്രിസ്തുവിന്റെ സഹോദരൻ യാക്കോബ് എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വ്യക്തി. പുള്ളിയാണ്, ആ വിശുദ്ധനാണ് ഏറ്റവും ആദ്യം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതായ ഒരു ലിറ്റർജി രീതി പറഞ്ഞ് തന്നിട്ടുള്ളതും എഴുതിയതുമെന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതായത് പെന്തക്കോസ്തിന് ശേഷം അതേ ആഴ്ചയിൽ നമുക്കറിയാം, പൗരസ്ത്യ സഭകളിൽ ആ വ്യാഴാഴ്ച ദിവസം, പെന്തക്കോസ്ത് കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം വിശുദ്ധ യാക്കോബിനെ സ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ട്.
അതുപോലെ പൗരസ്ത്യ സഭയുടെ തക്സയില് ലിറ്റർജിക്കൽ പ്രാർത്ഥന എഴുതിയിരിക്കുന്ന ആ പുസ്തകം ഏറ്റവും വലിയ അനോഫറ വന്നിട്ട് യാക്കോബിന്റെ അനോഫറയാണ്. ഏറ്റവും ആദ്യം രചിക്കപ്പെട്ട അനോഫറ എന്ന് അതിനെ വിളിക്കുന്നു. ഞാൻ ഇന്നത്തെ ക്ലാസ് അതിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്തീയ സെന്റേഴ്സ് ഉണ്ട്, പെൻഡാർക്ക് എന്ന് പറയും. 5 കേന്ദ്രങ്ങൾ, 5 പാത്രിയർക്കീസ് കേന്ദ്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ആദ്യകാലത്ത് 3 കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ 3 കേന്ദ്രങ്ങളായിരുന്നു. അത് പിന്നീടാണ് 5 പാട്രിയാർക്ക്, അതായത് പെൻഡാർക്ക് ആയി തീർന്നത്. ആദ്യകാലത്ത് റോം, നമുക്കറിയാം, പത്രോസ്ലീഹ വധിക്കപ്പെട്ട സ്ഥലം. അതുകൊണ്ട് റോമിന് ഒരു മഹത്വം, ഒരു പ്രാധാന്യം കൊടുത്തു. രണ്ടാമത് അന്ത്യോക്യ, പത്രോസ്ലീഹയാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ് അന്ത്യോക്യൻ സഭ. ആ അന്ത്യോക്യ സഭ റോമിൽ നിന്നും യെരുസലേമിൽ നിന്നും വിശ്വാസികൾ അന്ത്യോക്യയിലേക്ക് കൊണ്ടുപോകും. ബൈബിളിൽ തന്നെ നമുക്കറിയാം, അന്ത്യോക്യയിലാണ് ക്രിസ്തു വിശ്വാസികളെ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുവാൻ പോലും തുടങ്ങിയത്. അതുപോലെ 3-ാമത്തെ സ്ഥലമാണ് ഈജിപ്തിലെ അലക്സാൻഡ്രിയ. ഈ 3 സെന്റേഴ്സ് ആണ് സത്യത്തിൽ ആദ്യത്തെ പാട്രിയാർക്കായിട്ട്, 3 പാട്രിയാർക്കായിട്ട് ഉണ്ടായിരുന്നത്, കേന്ദ്രങ്ങളായിട്ട്. ക്രിസ്തീയ സഭയുടെ ഒരു സെന്റേഴ്സ്. ഇവിടെ നിന്നാണ് ലോകം മുഴുവനുമുള്ള സഭകളെ കൺട്രോൾ ചെയ്തിരുന്നത്. റോം, അന്ത്യോക്യ ആൻഡ് അലക്സാൻഡ്രിയ. എന്നാൽ പിന്നീട് കർത്താവിൻ്റെ ദേശം, കർത്താവ് വസിച്ച ദേശം എന്നുള്ളത് യെരുസലേമാണ്. യെരുസലേമാണ് യാക്കോബ് ഇരുന്ന് ഈ ലിറ്റർജി തുടങ്ങിയത്. പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ച സ്ഥലം. ഇതിന് കാരണം യെരുസലേമിനെയും ഒരു പാട്രിയാർക്കാക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, റോമാ സാമ്രാജ്യം വളർന്നുകൊണ്ടിരുന്നപ്പോൾ 313 കോൺസ്റ്റന്റൈൻ രാജാവാണ് ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. മതസ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റന്റൈൻ. റോം ആയിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. എന്നാൽ കോൺസ്റ്റന്റൈൻ്റെ സമയത്ത് റോമ സിറ്റി വിട്ടിട്ട് വേറൊരു സ്ഥലത്തെ, അതായത് ഇന്ന് കുസ്താന്തിനോപ്പിൾ കോൺസ്റ്റന്റൈൻ രാജാവിനാൽ നിർമ്മിക്കപ്പെട്ട പട്ടണമാണ്. അതിനെ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാക്കി. അപ്പോൾ കോൺസ്റ്റന്റൈൻ രാജാവ് ആഗ്രഹിച്ചു കത്തോലിക്ക സഭയുടെ സെന്ററും കോൺസ്റ്റാന്റിനോപ്പിൾ ആക്കണമെന്ന്. പക്ഷെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്കാഞ്ഞതിന്റെ കാരണം പത്രോസ് ശ്ലീഹ, പൗലോസ് ശ്ലീഹ, അതുപോലെ അനേകായിരങ്ങളുടെ രക്തം ചിന്തിയ സ്ഥലമാണ് റോം. അവിടെ പത്രോസിന്റെ ക്രൂസ് മരണം നടന്ന ആ സ്ഥലത്ത് കത്തോലിക്ക സഭയുടെ സെന്റർ ആയിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി റോമിൽ നിന്ന് മാറുവാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ ഇങ്ങനെ 5 കേന്ദ്രങ്ങളുണ്ടായി. ഈ 5 കേന്ദ്രങ്ങളിൽ സീനിയോറിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും 1-ാം സ്ഥാനത്ത് പത്രോസ്ലീഹ എവിടെ ആയിരുന്നോ, എവിടെ മരിച്ചോ, അടക്കപ്പെട്ടോ ആ സ്ഥലത്തിന് തന്നെ റോമിനെ 1-ാം സ്ഥാനമായിട്ട്, പാത്രിയാർക്കീസിൽ 5 പാത്രിയാർക്കീസിൽ 1-ാം സ്ഥാനം റോമിന് തന്നെ കൊടുത്തു. രണ്ടാമത്തേത് അന്നത്തെ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അന്ന് റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായതിനാലും കോൺസ്റ്റാന്റിനോപ്പിൾ അപ്പോഴത്തേക്കും വളരെയധികം ഡെവലപ്പായി വന്നതിനാലും ആ സ്ഥാനത്തിന് 2-ാം സ്ഥാനം. നേരത്തെ 2-ാം സ്ഥാനമായിട്ട് ഇരുന്നത് ഈജിപ്തിലെ അലക്സാൻഡ്രിയ ആയിരുന്നു. വിശുദ്ധ മാർക്കോസ് ലീഗയുടെ സെന്ററായിട്ടാണ് അതിനെ അറിയപ്പെടുന്നത്, അലക്സാൻഡ്രിയ. അപ്പോൾ അത് 3-ാം സ്ഥാനത്തേക്ക് മാറി. 4-ാമത്തേത് വിശുദ്ധ പത്രോസ് ലീഗ ആദ്യം സ്ഥാപിച്ചതായ സെന്റർ അന്ത്യോക്യ. ഗലാത്യർ 2:11 പ്രകാരവും നമ്മൾ വായിക്കുകയാണെങ്കിൽ അന്ത്യോക്യയ്ക്ക് മഹത്വമുണ്ട്. പിന്നെ 5-ാമത്തേതായിട്ട് വിശുദ്ധരുടെ രക്തം ചീന്തിയ, ക്രിസ്തുവിന്റെ രക്തം ചീന്തിയ ആ സ്ഥലം, യേശുവിന്റെ, നമ്മുടെ കർത്താവിന്റെ തന്നെ സ്വന്തം സഭ
എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന യെറൂസലേം, ഈ 5 സ്ഥലങ്ങളെ 5 പാട്രിയാർക്കായിട്ട്, അതിനെയാണ് പെൻറ്റാർക്ക് എന്ന് പറയുന്നത്. പെൻറ്റാർക്ക് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. ഈ 5 കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? 5 പെൻറ്റാർക്ക് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റോം, കോൺസ്റ്റാന്റിനോപ്പിൾ, അലക്സാൻഡ്രിയ, അന്ത്യോക്യ, യെറൂസലേം. ഇതിനെയാണ് പെൻറ്റാർക്ക്, 5 കേന്ദ്രങ്ങൾ. ഇവിടെ 5 പാട്രിയാർക്കുമാരെ ഹെഡായിട്ട് ഉണ്ടായിരുന്നത്. സഭയുടെ വിഭജനങ്ങളൊക്കെ നടക്കുന്നതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെയുള്ള ആ 5 ഹെഡ്, ഈ 5 ഹെഡിൻ്റെ പേരിലാണ് നമുക്കറിയാം, ഇന്ന് നമ്മൾ യൂറോപ്പ് സന്ദർശിക്കുകയാണ്, വത്തിക്കാനൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ 5 ബസിലിക്കകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 5 പാട്രിയാർക്കിൻ്റെ പേരിലായിരുന്നു, ഇപ്പോൾ അങ്ങനല്ല. പക്ഷേ നേരത്തെ ഈ 5 പാട്രിയാർക്കിന്, ഓരോ പാട്രിയാർക്കിനും ഓരോ ദേവാലയം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ രീതി, ഈ അടുത്തിടെയായിട്ട് ആ രീതിയെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയും ആരാധനാക്രമങ്ങളും ഈ 5 പാട്രിയാർക്കും തമ്മിൽ എന്താണ്? ഇതിൽ നിന്നും ഉടലെടുത്ത 7, സാധാരണ 6 എന്നാ പറയാനുള്ളത്, എന്നാൽ ഞാനിവിടെ 7 പറയുകയാണ്. 7 ആരാധനാ കുടുംബങ്ങൾ എന്ന് നമുക്ക് പറയാം, ലിറ്ററജിക്കൽ ഫാമിലി. ഒന്ന് ലത്തീൻ, അത് റോമാണ്. റോമിൻ്റെ ഇതിലൂടെ ലത്തീൻ ഇതായിട്ടുണ്ട്. അടുത്തത് കോൺസ്റ്റാന്റിനോപ്പിൾ, അന്ത്യോക്യൻ, അതുപോലെ യെറൂസലേം സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ഡെവലപ്പായിട്ട് വന്ന ബൈസന്റൈൻ പ്രാർത്ഥനാ രീതി, അതിന് അന്ത്യോക്യൻ സ്വാധീനത്തോടു കൂടിയാണ്, ലിറ്ററജിയോട് കൂടിയാണ് ഈ ബൈസന്റൈൻ റീത്തും ഡെവലപ്പായിട്ട് വന്നത്. അതുപോലെ അലക്സാൻഡ്രിയൻ രീതി, പിന്നെ അന്ത്യോക്യയായി, യെറൂസലേം ഇതുണ്ട്. അവിടാണ് ഈ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ സിറിയക്, സുറിയാനി ഭാഷയിലുള്ള ലിറ്ററേച്ചറുകൾ ഡെവലപ്പായി വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആരാധനാക്രമ സെന്റേഴ്സ് ഡെവലപ്പ് ആകുവാൻ റോം, അന്ത്യോക്യ, അലക്സാൻഡ്രിയയിൽ നിന്ന് അത് ഡെവലപ്പ് ആകുന്നു. 313 ശേഷം, സഭയുടെ സ്വതന്ത്രം ആയതിനു ശേഷം ഇങ്ങനെയുള്ള സെന്റേഴ്സ് ഡെവലപ്പായി വരുന്നു. അത് 5 ആകുന്നു. പിന്നീട് അതിലൂടെ 7 റീത്തുകൾ. ഇന്ന് നമ്മൾ കുടുംബങ്ങൾ, ഫാമിലീസ് എന്ന് പറയുമ്പോൾ 6 കുറിച്ചാണ് പറയുന്നത്. അതിന് ഉള്ള കാരണം ഞാൻ പറഞ്ഞു തരികയാണ്. ഇപ്പോൾ 7 എന്ന് പറയുന്നത്, 1 ലത്തീന്, 2 ബൈസന്റൈൻ, 3 അലക്സാൻഡ്രിയൻ, അതിനെയാണ് നമ്മൾ കോപ്റ്റിക് ലിറ്ററജികൾ എന്ന് പറയുന്ന അലക്സാൻഡ്രിയൻ, അതായത് ഈജിപ്തിൻ്റെ കോപ്റ്റിക് ലിറ്ററജി. അത് കഴിഞ്ഞിട്ടാണ് സുറിയാനിയൻ, വെസ്റ്റ് സിറിയൻ ആൻഡ് ഈസ്റ്റ് സിറിയൻ. നമുക്കറിയാം വെസ്റ്റ് സിറിയൻ നമ്മുടെ കേരളത്തിലുള്ള ഈ മലങ്കര ലിറ്ററജി, അത് വെസ്റ്റ് സിറിയനാണ്. ഈസ്റ്റ് സിറിയനാണ് കാൽസീഡിയൻ, അതായത് സീറോ മലബാർ ചർച്ചിൻ്റെ ഒക്കെ, അത് ഈസ്റ്റ് സിറിയനിൽ കൂടെ വന്നാണ്. കൽദായ, അതിനോട് ചേർന്നാണ് അർമേനിയനും മറോനൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അതുകൂടെ ചേരുമ്പോഴാണ് 7 ആകുന്നത്. ഇന്ന് മറോനൈറ്റിനെ ഇതുപോലെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ടൊരു സെപ്പറേറ്റ് ഫാമിലി ആയിട്ട് കാണിക്കുന്നവരുണ്ട്. എന്നാൽ അതിനെ അല്ല, അന്ത്യോക്യൻ ഇതിനോടുകൂടി ചേർക്കുമ്പോൾ അതാണ് 6 ഫാമിലീസ്. അപ്പോൾ ലിറ്റർജിക്കൽ ഫാമിലീസ് 6 എന്ന് പറയുകയാണെങ്കിൽ മറോനൈറ്റ് സെപ്പറേറ്റ് ആയിട്ടില്ല. എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ഒരു ഫാമിലി ആയിട്ട് ഇന്ന് അവരുടെ ലിറ്ററജി സെപ്പറേറ്റ് ഉണ്ട്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 7 ഫാമിലികൾ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അതായത് 6 കുടുംബങ്ങൾ ഉള്ളത്
മറോനൈറ്റൂടെ ചേർക്കുകയാണെങ്കിൽ 7ാമത്തെ ഒരു കുടുംബമായിട്ട്. അപ്പോൾ 6 കുടുംബങ്ങളാണെങ്കിൽ ഒന്ന് ലത്തീൻ, രണ്ടാമത്തേത് ബൈസന്റൈൻ, അടുത്തത് കോപ്റ്റിക് അലക്സാൻഡ്രിയൻ, അടുത്തത് അന്ത്യോക്യൻ, 5ാമത്തേത് അർമേനിയൻ, 6ാമത്തേത് കാൽസീഡിയൻ. 7ാമത്തെ പറയുകയാണെങ്കിൽ മറോനൈറ്റ് ആണ്. അതിനെ ഒരു ലിറ്ററേച്ചർ സെപ്പറേറ്റ് ഉണ്ട്, പക്ഷെ അതിനെ സാധാരണ സെപ്പറേറ്റ് ഒരു കുടുംബമായിട്ട് എണ്ണാറില്ല. അതിനെ അന്ത്യോക്യൻ കുടുംബത്തിൽ, അതായത് വെസ്റ്റ് സിറിയൻ കുടുംബത്തിൽ മറോനൈറ്റിനെയും കൂട്ടിയാണ് സാധാരണ കാണാറുള്ളത്. കത്തോലിക്ക സഭയിൽ 23 പൗരസ്ത്യ സഭകളും ഒരു പാശ്ചാത്യ സഭ, അതായത് ലത്തീൻ സഭ. 23 പൗരസ്ത്യ സഭകൾ. അങ്ങനെ 24 ചെറു സഭകൾ ചേർന്നാണ് കത്തോലിക്ക സഭ, മാർപ്പാപ്പായുടെ കീഴിലുള്ള കത്തോലിക്ക സഭകളെ നമ്മൾ പറയാറുള്ളത്. അതിനകത്ത് 23 പൗരസ്ത്യ സഭകളുണ്ട്. അപ്പൊ ഈ 5 കുടുംബങ്ങൾ ഈ പൗരസ്ത്യ സഭകളുടെയാണ്. പാശ്ചാത്യ സഭയുടെ റോം മാത്രം, അതായത് ലത്തീൻ ലിറ്ററേച്ചർ മാത്രം പാശ്ചാത്യ, വെസ്റ്റേൺ ചർച്ച്. ഈസ്റ്റേൺ ചർച്ചിൽ 23 സഭകൾ. ഇനി അടുത്തത് ഈ യെരുസലേം സഭയിൽ ഡെവലപ്പ് വന്നതായ ഈ സിറിയക്ക് സുറിയാനി ഭാഷയുടെ അതിൻ്റെ ഡെവലപ്മെന്റ്, ആ ലിറ്ററേച്ചറുടെ ഡെവലപ്മെന്റ്. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ യാക്കോബ് ശ്ലീഹ പെന്തിക്കോസ്തയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന എഴുതി തയ്യാറാക്കിയെന്നും ആദ്യമായിട്ട് വിശുദ്ധ കുർബാന വ്യാഴാഴ്ച ദിവസം അർപ്പിച്ചുവെന്നും അത് ഇന്നും പൗരസ്ത്യ സഭകളിൽ പെന്തിക്കോസ്തിന് ശേഷം വരുന്ന വ്യാഴാഴ്ച യാക്കോബ് ശ്ലീഹയുടെ സ്മരണാർത്ഥം വെക്കാനുള്ള കാരണം അത് തന്നെയാണ്. അതിൻ്റെ ഉത്ഭവം യെറുസലേമാണ്. യെറുസലേമിലാണല്ലോ അന്ന് പഴയ കാലത്ത് ദേവാലയം ഉണ്ടായിരുന്നതും. അവിടെ പല നമുക്കറിയാം, സങ്കീർത്തന പുസ്തകം മുഴുവൻ പ്രാർത്ഥനാഗീതങ്ങളാണ്. സത്യത്തിൽ ലിറ്റർജിക്കൽ പ്രാർത്ഥനകൾ തുടങ്ങിയ ഒരു സ്ഥലമാണ് യെറുസലേം. ക്രിസ്തു അർപ്പിച്ച ബലിയുടെ സ്ഥലം. ഇങ്ങനെ പല മഹത്വമുള്ള ഒരു ഭാഗം. അവിടെ നിന്നും അന്ത്യോക്യയിലേക്ക് പോകുന്നു സഭാപീഡനങ്ങൾ കാരണം. അവിടെ വീണ്ടും അത് വർദ്ധിക്കുന്നു. അവിടെ നിന്നും എദേസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, സത്യത്തിൽ സുറിയാനി സഭയുടെ ഏറ്റവും വലിയ വളർച്ച എദേസയിലാണ് നടന്നിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഉത്ഭവം വേറെ യെറുസലേമിലും അന്ത്യോക്യ വഴി എദേസയിൽ വളർന്നു വന്നു, പന്തലിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സുറിയാനി കുർബാനകളുടെ എല്ലാം ആദ്യം പ്രാർത്ഥിക്കുന്നത് സകല സഭകളുടെയും മാതാവായ വിശുദ്ധ സിയോനു വേണ്ടി. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന, ആദ്യ പ്രാർത്ഥന യെറുസലേമിനെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥന. ഇനി അടുത്തത് അന്ത്യോക്യയിലേക്ക് ഉള്ള എങ്ങനെ വ്യാപിച്ചത്. ഈ പശ്ചിമ സിറിയ പ്രദേശം മുഴുവനും ഒരു കൂട്ടായ്മയായിട്ടിരുന്നപ്പോൾ ചെറിയ ചെറിയ സഭകൾ അവിടെ ഇവിടെയെല്ലാം ഉണ്ടാകുവാൻ തുടങ്ങി. അപ്പോൾ അവയെല്ലാം നോക്കുവാനായിട്ട് അന്ത്യോക്യൻ പാത്രിയർക്കീസ് അവിടെ സ്ഥാപിക്കുകയായിരുന്നു. ആ പ്രദേശത്തുള്ള ചെറിയ ചെറിയ സഭകളെ ഏകീകരിച്ചുകൊണ്ട് അന്ത്യോക്യൻ പാത്രിയർക്കീസ് അവിടെ തുടങ്ങുകയും അന്ത്യോക്യൻ റീത്ത് അവിടെ തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞതുപോലെ യെറുസലേമിൽ തുടങ്ങിയ അന്ത്യോക്യയിൽ, പിന്നീട് അത് വന്നിട്ട് എദേസയിലായിട്ട് അത് വളരുകയായിരുന്നു. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, മറ്റെല്ലാ ലിറ്ററജികളെക്കാളും ഏറ്റവും ആദ്യം വളർന്നു വന്ന ലിറ്ററജി അന്ത്യോക്യൻ ലിറ്ററജിയാണ്. അന്ത്യോക്യൻ ലിറ്ററജി
അന്ത്യോക്യൻ ലിറ്ററേച്ചറിയുടെ രീതി എല്ലാത്തിലും നമുക്ക് കുറച്ചൊക്കെ കാണുവാൻ സാധിക്കും. അപ്പോൾ അത് പൂർണ്ണ വികാസമായിട്ട് വന്നത് എദേസയിലാണ്. അവിടെ പല ചർച്ച് ഫാദേഴ്സും പല സിറിയക്ക് പണ്ഡിതന്മാർ സുറിയാനി പണ്ഡിതന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എദേസയിലെ സ്കൂൾ സുറിയാനി പ്രാർത്ഥനയെ, സുറിയാനി രീതിയെ കൂടുതലായിട്ട് വളർത്തുവാൻ സഹായിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ എദേസ ഇന്നത്തെ തുർക്കിയുടെ ഒരു ഭാഗമാണ്, ഇന്നത്തെ തുർക്കി പ്രദേശത്തിൻ്റെ ഒരു ഭാഗമാണ്. സുറിയാനി ചർച്ചുകളുടെ എല്ലാ രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ 5-ാം നൂറ്റാണ്ട് മുതൽ ഈ എദേസായുടെ മഹത്വം, അവിടുത്തെ സ്കൂൾ, അവിടെ ഡെവലപ്പായി വന്ന ലിറ്ററജി, ഇതേക്കുറിച്ചുള്ള കാരണങ്ങൾ, ഇതേക്കുള്ള ആരംഭം അവിടെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയും വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ ചേർത്താണ് ഈ ലിറ്ററജികളെ എല്ലാം അതിൻ്റെ പിതാവായിട്ട് കാണുന്നത്. യഥാർത്ഥമായിട്ട് നോക്കിയാൽ യാക്കോബ് ശ്ലീഹ ഇന്ന് കാണുന്നത് പോലെ യാക്കോബ് ശ്ലീഹായുടെ ആ പ്രാർത്ഥനകൾ മൊത്തം സ്വയം രചിച്ചോ എന്ന് പറഞ്ഞാൽ അതിനുത്തരം ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ ഒരു ആരംഭം അവിടെ കുറിച്ചു. അത് പിന്നീട് കാലാകാലങ്ങളിൽ അത് ഡെവലപ്പായിട്ട് വന്നു. ഞാൻ പറയാം, എദേസായിലായിരിക്കാനേ സാധ്യതയുള്ളൂ ഇന്നത്തെ രൂപത്തിൽ അത് ആക്കി തീർത്തത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ പേരിലുള്ള അനാഫറ പൂർണ്ണമായിട്ട് ആയത് 6-7 നൂറ്റാണ്ടുകൾക്ക് ശേഷമാകാനാണ് സാധ്യത എന്നാണ്. എന്നാൽ 692 ക്വീനിസെക്സ്റ്റ് സുനഗദോസിൽ നമുക്ക് കാണുവാൻ സാധിക്കും യാക്കോബിന്റെ, അതായത് കർത്താവിന്റെ സഹോദരൻ വിശുദ്ധ യാക്കോബിന്റെ പേരിലുള്ള ഈ അനോഫറ ആദ്യകാലത്തുണ്ടായിരുന്നു എന്നതിനെ ഈ സുനഗദോസ് സ്വീകരിച്ചിട്ടുണ്ട്. അതിനാൽ ചരിത്ര പഠനങ്ങളിൽ 4-5 നൂറ്റാണ്ടുകളിലായിട്ട് അന്ത്യോക്യയിലും എദേസയിലുമായിട്ട് വളർന്നു വന്ന ഒരു അനോഫറയായിട്ടാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ അനോഫറയെ കാണുന്നത്. ഇനിയും നമ്മൾ മുന്നോട്ട് നോക്കിയാൽ ഈ അന്ത്യോക്യൻ ലിറ്ററജിയുടെ പ്രത്യേകതകൾ എന്താണ്? ബാക്കിയുള്ള ലിറ്ററജികളിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം നമ്മുടെ മലയാളത്തിൽ ഉള്ള ലിറ്ററജികളിൽ ഏറ്റവും മഹത്വപൂർണമായ ഒരു ലിറ്ററജിയായിട്ട് ഈ അന്ത്യോക്യൻ ലിറ്ററജി, ആദ്യമ മർത്തോമൻ സഭയിലേക്ക് കടന്നു വന്നിട്ടുള്ള ലിറ്ററജിയായിട്ട് ഇതിനെ നമ്മൾ കാണുന്നു. ആദ്യ കാലത്ത് തന്നെ കടന്നു വന്ന ഒരു ലിറ്ററജി, അന്ത്യോക്യൻ ലിറ്ററജിയാണ് കടന്നു വന്നത് മാർത്തോമൻ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക്. അതിൻ്റെ കുറെ പ്രത്യേകതകൾ നമ്മൾ നോക്കിയാൽ ദീർഘമായ പ്രാർത്ഥനയാണ്. ദൈവശാസ്ത്രപരമായി സമ്പന്നത നിറഞ്ഞ അനോഫറകൾ അതിൽ കാണുവാൻ സാധിക്കും. ഏകദേശം 70-ലധികം അനോഫറകൾ രചിക്കപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ മുഴുവനും വർണ്ണിക്കുന്ന ഒരു അനോഫറ, ഒരു പ്രാർത്ഥനാ രീതി ഈ അന്ത്യോക്യൻ രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ പ്രാധാന്യത്തോടുകൂടി പല പ്രാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും എല്ലാം കാട്ടുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ സ്ഥാപന വചനങ്ങൾക്ക് ശേഷം വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ അന്ത്യോക്യൻ രീതിയിൽ മാത്രമാണ്. അതിനുശേഷം ദീർഘമായ മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഏകദേശം 18 മധ്യസ്ഥ പ്രാർത്ഥനകളാണ് ഇതിനകത്ത് ഈ കുർബാനയിൽ, വിശുദ്ധ കുർബാനയിൽ ചൊല്ലാർ ഉള്ളത്. അതുപോലെ സുറിയാനി ആ ഭാഷ, കാവ്യ ഭാഷ, അതിൽ വിശുദ്ധ എഫ്രേം അതുപോലുള്ള പലരുടെ എഴുതിയിരിക്കുന്ന പല കൃതികൾ, കാവ്യകൃതികൾ ഇന്ന് മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിലും അത് ഇന്നും ഹൃദയസ്പർശിയായ കാവ്യങ്ങളാണ്. ദൈവവചനത്തെ കാവ്യങ്ങളാക്കി തന്നിരിക്കുന്ന അനേകം കാവ്യങ്ങളാണ് ഈ വിശുദ്ധ
കുർബാനയിൽ ലിറ്റർജിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അന്ത്യോക്യൻ കുടുംബത്തിൽപ്പെട്ട പല സഭകൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. യാക്കോബായ സുറിയാനി സഭയുണ്ട്, മലങ്കര ഓർത്തഡോക്സ് സഭയുണ്ട്, സീറോ മലങ്കര കത്തോലിക്ക സഭയുണ്ട്, അന്ത്യോക്യൻ റീത്തിൽപ്പെട്ട അതുപോലെ സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറഞ്ഞത്, മറോനൈറ്റ് സഭകളുണ്ട്, അത് ലെബനോനിലുള്ളതാണ്. ഇങ്ങനെയുള്ള പല സഭകൾ നമുക്ക് ഈ അന്ത്യോക്യൻ കുടുംബത്തിലുള്ള സഭകളെ ലോകം മുഴുവനും പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ പല സഭകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാൽ തുടർന്നുള്ള ക്ലാസ്സിൽ ഞാൻ ഈ അന്ത്യോക്യൻ രീതിയിൽ, അന്ത്യോക്യൻ റൈറ്റിൻ പ്രകാരം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെ പറ്റിയായിരിക്കും ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ കാണിക്കാൻ പോകുന്നത്. അതായത് സീറോ മലങ്കര കുർബാന, അതുപോലെ ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, ഈ സഭകളിലെല്ലാം നടത്തുന്ന വിശുദ്ധ കുർബാന ഏകദേശം ഒരുപോലുള്ളതാണ്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സുകളിൽ ഈ അന്ത്യോക്യൻ കുടുംബത്തിൽപ്പെട്ട സഭകളിൽ അർപ്പിക്കപ്പെടുന്ന ഈ വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ എങ്ങനെ അവതരിപ്പിച്ചത് അങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഒരു വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ എടുക്കും. അതായത് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ബലി വിശുദ്ധ കുർബാനയിലൂടെ ഇന്നും നാം ആചരിക്കുന്നു, ഇന്നും നാം അത് ജീവിക്കുന്നു എന്ന് പഠിക്കുവാനായിട്ട്. ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഈ 5 പാട്രിയാർക്കുകൾ, പെൻറ്റാർക്ക് എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ്, അതിനോട് അനുബന്ധിച്ച 6 ലിറ്റർജിക്കൽ ഫാമിലി. 7ാമത്തെ ആണെങ്കിൽ മറോനൈറ്റ് സഭയാണ്. മറോനൈറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ 6 ലിറ്റർജിക്കൽ ഫാമിലീസ്. അത് ഏതാണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയുണ്ടായി, യെറുസലേമിൽ നിന്നും അത് വളർന്നു വന്നിച്ച് ലോകം മുഴുവനും ആകുന്നതും, ഓരോ സ്ഥാനത്തെ ഓരോ ഭാഷയ്ക്ക് അനുസൃതമായിട്ട് പല പല ഭാഷകളിൽ പല പല സംസ്കാരങ്ങളിൽ ഇത് വളർന്നു വന്നത് എങ്ങനെയാണെന്ന് ഉള്ളതാണ് നമ്മൾ കണ്ടത്. ലത്തീൻ ഭാഷയിൽ രചിക്കപ്പെട്ട റോം സെൻറ്ററായിട്ടുള്ള വെസ്റ്റേൺ ചർച്ച്, പശ്ചിമ സഭ, അത് ലത്തീൻ ഭാഷയാണ് പറയുന്നത്. ഇനി 23 സഭകളുണ്ട്. പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ. ആ പൗരസ്ത്യ സഭകൾ ബാക്കി 5 ലിറ്റർജികളാണ് ഉപയോഗിക്കുന്നത്. ഈ 23 സഭകളിലായിട്ട് 5 ലിറ്റർജിക്കൽ ഫാമിലി, അതായത് ബൈസൻറ്റൈൻ, അലക്സാൻഡ്രിയൻ, അതിനെ നമ്മൾ കോപ്റ്റിക് ചർച്ചസ് എന്ന് പറയുന്നത്. അടുത്തത് സുറിയാനി, അതിനകത്താണ് നമ്മുടെ അന്ത്യോക്യൻ സഭ. അടുത്തത് അർമേനിയൻ, അടുത്തത് കൽദായ, സീറോ മലബാർ സഭ കൽദായയിലാണ്. ഈ 5 ഫാമിലീസിലാണ് ബാക്കി 23 സഭകൾ ഉള്ളത്. അവയിൽ നമ്മൾ ഈ സുറിയാനി സഭയുടെ, അതായത് അന്ത്യോക്യൻ സഭയുടെ ലിറ്റർജിക്ക അത് ഏറ്റവും പഴയതായത് കാരണം അതിൻ്റെ ലിറ്റർജി പ്രകാരമുള്ള വിശുദ്ധ കുർബാനയുടെ അർത്ഥം അതിൻ്റെ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളെ ചേർക്കുന്നത്, അതുവഴി ലഭിക്കുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ, വിശുദ്ധ കുർബാന ദിവസവും നമ്മൾ പങ്കുകൊണ്ടാൽ ആ ദൈവകൃപകൾ നമ്മളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒഴുകുന്നതിനെ പറ്റി ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.